അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. صدق الله العليم. പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായം 11-ാമത്തെ സൂക്തമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ബോധനം പിൻപറ്റുകയും അദൃശ്യാവസ്ഥയിൽ പരമകാരുണികനെ ഭയപ്പെടുകയും ചെയ്തവന് മാത്രമേ നിന്റെ താക്കീത് ഫലപ്പെടുകയുള്ളൂ. പാപമോചനത്തെയും ഉദാരമായ പ്രതിഫലത്തെയും പറ്റി അവന് സന്തോഷവാർത്ത അറിയിക്കുക. ഇവിടെ അള്ളാഹുവിനെ അദൃശ്യതയിൽ ഭയപ്പെടുന്നവർക്കുള്ള 2 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല വിവരിക്കുന്നത്. ആ 2 പ്രതിഫലം ലഭിക്കുന്നതിനെ പറ്റി അള്ളാഹു ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും ആ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഖുർആനിൽ തന്നെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനെ ആയത്തുകൾ കാണാൻ പറ്റും. ഈ ഒരു അള്ളാഹുവിനെ അദൃശ്യതയിൽ ഭയപ്പെടുന്നവർക്ക് പാപമോചനവും പ്രതിഫലവും ഉണ്ട് എന്ന ആയത്ത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. പക്ഷേ ആ ആയത്തുകളൊക്കെ നാം ഓതുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടോ എന്നുകൂടി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കാണാതെ ഭയപ്പെടുക. എന്താണ് അള്ളാഹുവിനെ കാണാതെ ഭയപ്പെടുക എന്ന് പറയുന്നപ്പോൾ? അള്ളാഹു ഭീകരനാണോ? അതോ അള്ളാഹു ക്രൂരനാണോ? ആ ഒരർത്ഥത്തിലാണോ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത്? അപ്പം അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, സൂക്ഷ്മത പുലർത്തുക. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നാം അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവന് നമ്മെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയാണ് നാം വർത്തിക്കേണ്ടത്. നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒക്കെ ഒരുപോലെ സൂക്ഷ്മത പാലിക്കുക. ജനങ്ങൾ കാണുന്നതിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. ഒരു പ്രശസ്തിക്ക് വേണ്ടി, ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെയും അവൻ്റെ ശിക്ഷയും കൺമുമ്പിൽ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ശഠിക്കാതെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഭയഭക്തിയോടെ ജീവിക്കുക തുടങ്ങിയവയാണ് ഈ അദൃശ്യതയിൽ റബ്ബിനെ ഭയപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ആ മഹാദിനത്തിൽ അവൻ തണൽ നൽകി രക്ഷിക്കുന്ന 7 കൂട്ടരെ പറ്റി വിവരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ള 2 കൂട്ടർ ഇവരാണ്. ഒന്ന്, സ്ഥാനമാനവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ദുർവൃത്തിക്കായി ക്ഷണിച്ചപ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒഴിഞ്ഞു മാറിയ ആൾ. രണ്ടാമത്തത്, വല്ല ദാനധർമ്മങ്ങളും ചെയ്യുമ്പോൾ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ ചെലവഴിക്കുന്ന, അഥവാ അത്രയും രഹസ്യമായിട്ട് ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്ക് 12-ാമത്തെ ആയത്തും ഇത് തന്നെയാണ് പറയുന്നത്. ഖാല ശൈഖുൽ ഉസൈമിൻ റഹിമഹുല്ലാഹ് യബ്തലിൽ മർഉ യതയസ്സർ അസ്ബാബിൽ മഅസിയ ലഹു ഹത്താ യഅലമു സുബ്ഹാനഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹു പറയുന്നു, അദൃശ്യമായ നിലയിൽ തന്നെ ഭയപ്പെടുന്നവരാരെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തിന്മകളുടെ മാർഗങ്ങൾ എളുപ്പമാക്കിക്കൊണ്ട് ചിലപ്പോൾ അള്ളാഹു അവനെ പരീക്ഷിക്കുന്നതാണ്. ഇപ്പം നാം ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ അവിടെ ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും നമ്മൾ ഉണ്ടാകുക എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ആ ഒരു പ്രവർത്തന രീതികളൊക്കെ എപ്രകാരമായിരിക്കും? നമ്മുടെ നടത്തവും ഇരുത്തവും ചലനവും എന്ത് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവിടെ ക്യാമറയിൽ പതിയും, അയ്യോ കാണുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ ചലനവും നമ്മുടെ ഉണ്ടാകുക. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ നാം വരുമ്പോൾ തന്നെ സദാസമയം നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന ചിന്ത പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് റബ്ബ്. നാം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നാം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതീവ ശ്രദ്ധയോടുകൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടും തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ ഭയങ്കരമായ ഒരു ഈമാനിൻ്റെ പരീക്ഷണത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടും നമുക്ക് തിന്മകളുടെ ലോകമാണ് അല്ലേ? നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കാനുള്ള ഒരു പരീക്ഷണം തന്നെയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനുകളെ പറ്റി ഖുർആൻ പറഞ്ഞത് അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴും എന്നാണ്. അള്ളാഹുവിനെ സ്മരിക്കപ്പെട്ടാൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയങ്ങൾ ഭയവിഹ്വലരായിത്തീരും, പേടിച്ചരണ്ടു പോകും, ഹൃദയങ്ങൾ പേടിച്ച് വിറക്കും. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കപ്പെടുമെന്നും പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. 2 കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഒന്നാമത്തത് അള്ളാഹുവിനെ ഭയന്ന്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണും, രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ വഴിയിൽ കാവലിരുന്ന് രാപ്പാർത്ത കണ്ണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വറച്ച് തേങ്ങി കരയുന്ന ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കരയാത്ത കണ്ണിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവലിന് അള്ളാഹുവിനോട് തേടിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്കാണ് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആ 2 കാര്യങ്ങൾ പറയുന്ന മഹത്തായ 2 പ്രതിഫലം. ഒന്ന് അള്ളാഹു നൽകുന്ന മഹത്തായ പാപമോചനം എന്ന് പറയുന്നത്. അത് എത്ര തന്നെ തെറ്റുകൾ, നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തു പോയാലും അള്ളാഹു ആ പാപങ്ങളെ മായ്ച്ചു കളയുകയും നന്മയിലേക്ക് അതിനെ മാറ്റിമറിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തത് മഹത്തായ പ്രതിഫലം. മഗ്ഫിറത്തും അജ്റുൻ കബീർ എന്നാണല്ലോ മഹത്തായ പ്രതിഫലം. ആ മഹത്തായ പ്രതിഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നാം നിരന്തരം തന്നെ പാപമോചനം തേടുകയും അള്ളാഹു സ്വർഗത്തിലെ ഉന്നതമായ പദവികളിൽ നമ്മൾ എത്തിച്ചേർക്കുകയും ചെയ്യും. മുത്തഖികളുടെ അടയാളമായിട്ടുണ്ട് ഖുറാനിൽ ഇതുപോലെ ഒരുപാട് ആയത്തുകൾ പരാമർശിക്കുന്നത്. ഒന്ന്, വലഖദ് ആതൈനാ മൂസ വഹാറൂനൽ ഫുർഖാന വദിയാഅൻ വദിക്റൻ ലിൽ മുത്തഖീൻ അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി വഹും മിനസ്സാഅതി മുഷ്ഫിഖൂൻ. മൂസാക്കും ഹാറൂനും സത്യാസത്യ വിവേചനത്തിലുള്ള പ്രമാണവും പ്രകാശവും ധർമ്മനിഷ്ഠയും പുലർത്തുന്നവർക്കുള്ള ഉത്ബോധനവും നാം നൽകിയിട്ടുണ്ട്. തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യാവസ്ഥയിൽ ഭയപ്പെടുന്നവരും അന്ത്യനാളിനെപ്പറ്റി ഉത്കണ്ഠയുള്ളവരുമാരോ അവർക്കുള്ള ഉത്ബോധനം. അപ്പം അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.